ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സൊക്കെ ആകുമ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് മീൻകറി വയ്ക്കാറ്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ മീൻകറി വയ്ക്കാൻ ഞാനിവിടെ aayiram palli എന്ന് പറഞ്ഞ ഒരു മീൻ എടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ പിക്ചർ ഇൻസൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഷ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതൊക്കെ ഹസ്ബൻഡ് ഫിഷ് മാർക്കറ്റിൽ പോയി വാങ്ങിയത്. നല്ല മാംസമുള്ള വലിയ മീനായിരുന്നു. നമുക്ക് ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. ചെറിയ മീനായാലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. കറിക്കൊരു നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്യണത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം, കൂടെ ഉണ്ടാകും. നമുക്ക് കുറവാണെങ്കിലും പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ശ്രദ്ധിച്ച് ആഡ് ചെയ്തോളാം. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിന് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ചതച്ചിട്ട് വേണം നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചതച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ നല്ലോണം ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ആ ചട്ടിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുള്ളത്. പക്ഷെ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 വലുതെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവുള്ളതാണെങ്കിൽ 2 ചെറുതെടുത്താലും മതി. അത് ഇതുപോലെ നടുവൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു തണ്ട് വേപ്പില മുഴുവനായിട്ട് ഒന്ന് ചീന്തിട്ട് കൊടുക്കാം. ഞാനതിലേക്ക് 2 കുടംപുളി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല പുളിയുള്ള കുടംപുളി ആയതുകൊണ്ട് ഞാൻ 2 ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും, നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടും നമ്മുടെ കറിക്ക്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ എപ്പോഴും ചെയ്യാൻ നോക്കാം, നല്ലോണം തിരുമ്മിക്കെടുക്കാം. ആ പച്ചമുളകിൻ്റെയും അതേപോലെ കുടംപുളി, വേപ്പില, ഇഞ്ചി, ഈ നമ്മളുടെ പൊടികളുടെ ഒക്കെ ഫ്ലേവർ അതിലേക്ക് ഇളകുന്നവർ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പാല് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം 1 ലിറ്ററോളം പാലുണ്ട്. അത് ഫസ്റ്റ് പാൽ സെക്കൻഡ് പാൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരുമിച്ചിട്ട് മൊത്തം 1 ലിറ്റർ പാൽ നമുക്ക് എടുക്കാം. അതുകൂടി നമുക്ക് ഈ ചട്ടിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലയിടത്തൊക്കെ ചെയ്യാം, ചില ആദ്യം സെക്കൻഡ് പാൽ എടുത്ത് അതിൽ ഒന്ന് മീനൊക്കെ തിളപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് അവസാനമാണ് ഫസ്റ്റ് പാൽ ആഡ് ചെയ്യാറ്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ആ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് മൊത്തം 1 ലിറ്റർ പാലെടുക്കാം. അതായത് നല്ല കട്ടുള്ള പാലും പാടില്ല, അതുപോലെ നല്ല ലൂസായിട്ടുള്ള പാലും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസി കണ്ടോ, ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളുടെ പാലിന്. ഇനി നമുക്ക് ഇത് അടുപ്പത്തിൽ നിന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാം. ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ. ഈ തിളയ്ക്കുന്നതിന് മുമ്പായാലും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ആ തേങ്ങാപ്പാൽ പിരിഞ്ഞ പോലൊക്കെ എടുക്കും. ഇതാ നമ്മളുടെ കറി നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇങ്ങനെ ഇളക്കാൻ ശ്രദ്ധിച്ചോളൂ, അത് മറക്കാതെ ചെയ്യണം. ഇനി നമുക്കതിലേക്ക് നമ്മളുടെ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും മീൻകറി ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ആഡ് ചെയ്താൽ മതി. ഫിഷ് ആദ്യമേ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ഫിഷായാലും ഇതുപോലെ തിളച്ചതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഈ ചട്ടിയിൽ വെക്കാൻ നോക്കുക, അപ്പോഴാണ് മീൻകറിയുടെ കറക്റ്റ് ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചട്ടി ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഏത് പാത്രത്തിലായാലും വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, ചട്ടി ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ അതാ ഞാൻ മുഴുവൻ മീനും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് അടിക്ക് താഴത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. മൊത്തം കവറാവുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലിഡ് വെച്ചിട്ട് ഇത് മൂടി വയ്ക്കാം. ഇപ്പോഴും ഞാനത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത്. മൂടി വെച്ചതിന് ശേഷമായാലും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ തേങ്ങാപ്പാൽ ജസ്റ്റ് പിരിഞ്ഞ പോലെ വരും. അപ്പോൾ ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി, നല്ലോണം ഒന്നും ഇളക്കണ്ട. നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ മീൻ മൊത്തം ഉടഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം നമ്മളുടെ മീൻ വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോഴും മീഡിയം ഫ്ലെയിം തന്നെയാണ്. നമ്മളെപ്പോഴും മീൻ കറിയിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്ത് പോയാൽ മതി. പല മീനും പല വെവായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഈ മീൻ വെന്ത് കിട്ടി. കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 7 ചെറുള്ളി ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ട് വേപ്പിലും വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കാം. ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്.
കോക്കനട്ട് ഓയിൽ തന്നെ എപ്പോഴും ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചെറുള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഇപ്പോൾ ചെറുള്ളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചെറുള്ളി നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കേട്ടോ, ഇപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ മീൻ കറിക്ക് ഒന്ന് ഇട്ടെടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതെന്തായാലും ചെയ്യണം. നമ്മളെ കറി നല്ല ചൂടായിരിക്കുന്ന ടൈമിൽ വേണം ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ചെറുള്ളിയുടെ ഒക്കെ കറക്റ്റ് ഫ്ലേവർ അതൊക്കെ പിടിക്കണമെങ്കിൽ ചൂടുള്ളത് തന്നെ വേണം. അപ്പോൾ മാക്സിമം കറി ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ഒരു തണ്ട് വേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇളക്കാതെ തന്നെ മൂടിക്കാം. മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ. നിങ്ങൾ മീൻകറി ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.